ഹലോ ഗായ്സ്, രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്നാണ് നമുക്ക് പോകാനുള്ളത്. ഇനിയിപ്പോൾ രാത്രി ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുങ്ങുക പോവുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ 2 വണ്ടിയിലായിരിക്കും പോവുക. ഒരു 10 ഓളം ഉണ്ട്. മുതിർന്നവരാണ് പോകേണ്ടത്. പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ പെൺകുട്ടികളും പോവുമല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പോകാറുണ്ട്. അപ്പോൾ പിന്നെ എന്നോട് പോരെന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം, നമുക്ക് പോകാമല്ലോ. പിന്നെന്താ, അപ്പം നമുക്ക് ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെന്ന് ഫ്രഷായി ഒരുങ്ങുമ്പോൾ താഴോട്ട് പോവാം. താഴോട്ട് ഇറങ്ങാം. എന്താണെന്നറിയില്ല, ഇന്ന് മഴയൊന്നും കാണുന്നില്ല. നല്ല വെയിലുണ്ട്. ഇതങ്ങോളം ഉണ്ടായാൽ മതിയായിരുന്നു. വെയിലൊക്കെ കുറയ്ക്കണുണ്ട്. നമ്മളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ. ഏട്ടൻ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുങ്ങി. പിന്നെ രാജീവേട്ടൻ, മക്കൾ എല്ലാവരും. നമുക്ക് പോകേണ്ട ഇത്രയും പേരെ അല്ലാണ്ടുള്ളൂ. നമ്മൾ ഇത്രയും പേര് തന്നെയുള്ളൂ. അച്ഛമ്മനെ നമ്മൾ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യുക ചെയ്യണത്. അല്ല, ചിറ്റപ്പനെ നമ്മൾ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യും. ബാക്കി എല്ലാവരും പോകേണ്ട ആൾക്കാർ ഇവിടെ എല്ലാവരും ഉണ്ട്. പക്ഷെ പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ആ മഴയൊന്ന് ചോരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഇറങ്ങുന്ന സമയത്ത് മഴ നനയ്ക്കുമല്ലോ, അതുകൊണ്ട് അതിനു വേണ്ടി ഒന്ന് കാത്തു നിൽക്കുകയാണ്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. മഴ ഒന്ന് ചോർന്ന് ചെറിയ വെയിൽ ആയിട്ടുണ്ട്. വെള്ള സമയത്ത് വേഗം വണ്ടിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ നനയ്ക്കും. നല്ല മഴ ആയതുകൊണ്ട് അത്യാവശ്യം ചെളിയുണ്ട്. അതുകൊണ്ട് വണ്ടി മുറ്റത്തോട്ട് കയറ്റില്ല. വണ്ടി നമ്മുടെ വഴിയിലേക്കാണ് നിർത്തിയിട്ടുള്ളത്. നമുക്ക് വഴിയിലേക്ക് ഇറങ്ങാം. നമ്മളെങ്ങോട്ടാ ദേവ് പോകുന്നത്? വീട്ടില് ഫുള്ള് ചെളിയാണ്. ഡ്രസ്സാണെങ്കിൽ ലോങ് ഡ്രസ്സും ആയിപ്പോയി. അയ്യോ, എന്തൊരു മഴയായിരുന്നെന്നറിയോ. എന്തോ ഭാഗ്യത്തിന് ആ മഴ ഇപ്പോൾ ഒന്ന് ലേശം ചോർന്നിട്ടുണ്ട്. ചോർന്ന സമയം കൊണ്ടാണ് എല്ലാവരും ചാടിക്കൊണ്ട് ഇറങ്ങിയത് കേട്ടോ. ഇനി നമുക്ക് വണ്ടി വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് അമ്മയും അച്ഛനൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് വണ്ടി കയറാം.
അപ്പോൾ ഓക്കെ, നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമുക്കെന്നാ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ എത്താനായിട്ടുണ്ട്. നമ്മൾ 2 വണ്ടിയിലാണ് കേട്ടോ പോണത്. അച്ഛൻ വേറെ കാറിൽ അച്ഛമ്മേനെയും ചിറ്റപ്പനെയും ഒക്കെ പിക്ക് ചെയ്യാണ്ടല്ലോ, അതുകൊണ്ട് അവർ മുന്നിൽ പോന്നിട്ടുണ്ട്. നമ്മൾ പുറകിലിങ്ങനെ പോരുകയാണ് കേട്ടോ. ഇനി നമ്മൾ സ്ഥലത്തെത്തി ഗൈസ്. അത് അച്ഛമ്മയാണ് കേട്ടോ. നമ്മൾ അച്ഛനവിടെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തു. അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ചിറ്റപ്പൻ. ടാറ്റ തരികയാണ്. അച്ചാച്ചനൊക്കെ ഇറങ്ങി. നമ്മൾ വണ്ടി അവരെ മുറ്റത്തോട്ട് കയറ്റണില്ല കേട്ടോ. ഒരിത്തിരി അങ്ങോട്ട് കയറാനേ ഉള്ളൂ. നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കാമെന്ന് പറഞ്ഞു. പിന്നെ മഴ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് നല്ലോണം ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അവരെ വഴിയിലേക്കാണെങ്കിലൊക്കെ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കാമെന്ന് പറഞ്ഞു. നമ്മളിവിടെ വണ്ടി സൈഡാക്കണം കേട്ടോ. റോഡ് സൈഡിൽ 2 വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് നടന്ന് അങ്ങോട്ടേക്ക് കയറുകയാണ് കേട്ടോ. ഇതാ മുന്നിലൊരു കാർ കിടക്കുന്നുണ്ടോ, അവിടം വരെ നമുക്ക് പോകാനുള്ളൂ. പക്ഷേ അതൊരു ടാസ്ക്കാണ് ഗൈസ്. അത്രയും വലിയ മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ വണ്ടി കുറച്ചുകൂടെ താഴോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. പക്ഷേ അച്ഛൻ താഴെ എവിടെയോ കൊണ്ടുവെക്കാൻ പോയതാണ്. അടുത്ത മഴ പെയ്ത് തുടങ്ങി എന്നുള്ള അവസ്ഥയായപ്പോൾ നനഞ്ഞ് പൊതിരുന്നായപ്പോൾ ഞങ്ങൾ വേഗം ഓടി കയറി അപ്പം തന്നെ മഴ പെയ്തു കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് കയറുകയാണ്. അവിടെ കയറുന്ന സമയത്ത് മധുരം തന്നിട്ട് കയറ്റുന്ന ഒരു ചടങ്ങുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പോവുകയാണല്ലോ, അപ്പോൾ മധുരം അമ്മ കൊണ്ട് തന്നതാണ്. അതിനുശേഷം ഏട്ടന് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ബുക്ക കൊടുത്തു ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ബുക്ക.
ഇത് ഫുൾ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കലാവിരുതാണ് ഗൈസ്. തോണി തൊഴിയുന്നു, ലവ് എന്തൊക്കെയാ ചെയ്തു വെച്ചാൽ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഗൈസ്. അവരെ പണി അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവൾ കഴിച്ചത് ഇനി നീലക്കില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയായി ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവണം. നമ്മൾ 11:30 മണിയായപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. 3:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നാട്ടുവനാണ് കേട്ടോ, നിങ്ങളൊന്ന് സ്നേഹിക്കട്ടെ. ഇത് രണ്ടും കൂടെ പറയണം, അങ്ങോട്ടത് കാണണം എന്നുള്ളത് പറയണം അമ്മയും അമ്മയ്ക്ക്. നമ്മൾ പോകാനിറങ്ങി. നമ്മൾ വണ്ടി കൊണ്ട് ഏട്ടൻ എടുക്കാൻ പോയിട്ടുണ്ട്. വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ മക്കളും പോയി ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ടയേർഡായി, ആകെ മടുത്തു. ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഇതൊക്കെ ഒന്ന് അയച്ചിടണം ഗൈസ്. ഹലോ, അങ്ങനെ നമ്മൾ പോയി വന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ നനച്ചില്ല, അതാണ് വലിയ കാര്യം. അങ്ങനെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ വരവും പോക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റ് എന്നുള്ളൊരു ഫങ്ഷനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് എൻഗേജ്മെൻറ്റാണ്. കല്യാണം പെട്ടെന്ന് ഉണ്ടാവില്ല. എൻഗേജ്മെൻറ്റ് എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്.
ഒരു 2 മാസത്തിന് ശേഷം ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഡേറ്റ് നോക്കിയിട്ട് ഡേറ്റ് ഇടാന്നുള്ള രീതിക്ക് വെച്ചിട്ടുണ്ട്. അതിനി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അവർ സംസാരിക്കും. വലിയ കാരണം അവരങ്ങനെ അച്ചാച്ചനൊക്കെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വരുന്നത്. ആകെ ടയേർഡായിട്ടുണ്ട്. ഒന്നാമത് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് നിന്ന് ആകെ ടയേർഡായി. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആവണം. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.